10 വർഷക്കാലത്തെ LDF ഭരണം, ആ LDF ഭരണമാണോ സതീശന്റെ പരിച? കാരണം അതിലെ ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് അദ്ദേഹത്തിനെതിരായുള്ള എല്ലാ ആരോപണങ്ങളെയും നിഷ്പ്രഭമാക്കുകയാണ് സതീശൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് സതീശൻ തുടർച്ചയായിട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പരിച ഇതായിരുന്നു. പിണറായി സർക്കാരിൻ്റെ ഓരോ വീഴ്ചകളും ആ വീഴ്ചകൾ തന്നെയായിരുന്നു പലതുമുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി നേരിടുക. ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്നതാണ്. നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന രീതിയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനത്തിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്ത് ചെയ്തത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഗോപൻ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം സതീശൻ നമ്മൾ 10 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് VD സതീശൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് അത് ഏത് മാധ്യമത്തിൻ്റെ ആണെങ്കിൽ പോലും അദ്ദേഹം പറയും ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അപ്പോഴറിഞ്ഞാൽ മതി എന്ന രീതിയിൽ ആദ്യം പറയുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടാൽ മതി എന്ന രീതിയിലൊക്കെ പറയുന്നു. അതേപോലെയാണ് അതേ രീതിയിലാണ് ഈ KSU പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU പ്രവർത്തകരാണോ പ്ലീഡർമാരെ തീരുമാനിക്കുന്നത്, അവർക്കെന്താണ് ഇതിൽ കാര്യം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ രോഹിത് 2 തലയും ഒപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടല്ലോ. അത് തെറ്റായ രീതിയാണ്. കാരണം അവരുയർത്തിയ പ്രശ്നം KSU പ്രവർത്തകരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം, അവരുയർത്തിയ പ്രശ്നം എന്താണ്? ഈ നിയമിക്കപ്പെട്ട ആളുകൾക്കുള്ള ബന്ധം, RSS ബന്ധം, CPM ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. അതിന് പകരം ഈ രീതിയിൽ പ്രതികരിക്കുക, അവർക്കെന്താണ് ഇതിൽ കാര്യം? KSUക്കാർ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നത്. ബോധ്യപ്പെടുത്തുന്നു പറയുന്നു. നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, എനിക്ക് ബോധ്യമായത് ചെയ്യും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഈ പരിചയ ഉപയോഗിച്ചുകൊണ്ടുള്ള കളി തന്നെ. താങ്കൾ പറഞ്ഞ പോലെ ഈ നേരത്തെ ഇതേ രീതിയിലുള്ള പ്രവർത്തനമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിന് പിണറായിക്ക് പഠിക്കുക എന്ന രീതിയിലേക്ക് സതീശൻ പോയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. ശരി, ഏത് കാര്യത്തിൽ മാധ്യമപ്രവർത്തകരോടാണെങ്കിലും ഈ KSU പ്രവർത്തകരോടാണെങ്കിലും ഒക്കെ ഇതേ കാര്യമാണുള്ളത്. അവരുടെ മുമ്പിൽ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന PM നിയാസാണ്. PM നിയാസ് KPCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരാൾ ഉയർത്തി കൊണ്ടുവന്നിട്ട് പോലും അതൊരു പ്രശ്നമല്ല, സർക്കാരിന് തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് പോകുന്ന ഒരു രീതി, അത് ഏകപക്ഷീയമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനം എന്ന് വരുന്നു. അത് പാർട്ടിക്ക് ബോധ്യമാവുന്നില്ല, കോൺഗ്രസ്സുകാർക്ക് ബോധ്യമാവുന്നില്ല, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ബോധ്യമാവുന്നില്ല, KSUക്കാർക്ക് ബോധ്യമാവുന്നില്ല. അതാണ് ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. LDFകാർ ഇപ്പം ഗോപനെപ്പോലുള്ള ആളുകൾക്ക് വിമർശിക്കുകയാണെങ്കിൽ നമ്മളത് CPMൻ്റെ വിമർശനം എന്ന് പറയാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രീതി. ഇപ്പോൾ നേരത്തെ ഈ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ പോലും പറയുന്നത്, ഇപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ നടപടിയെടുക്കപ്പെട്ട ആളുകളാണല്ലോ, അവർക്ക് ജാമ്യം കിട്ടുന്നതിൽ അതുപോലെ ആലോചിച്ച് നോക്കൂ. അവർക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയത് ഇതേ പ്രശ്നമാണ്. ഇപ്പോഴത്തെ പ്ലീഡർമാരെ പോലെ കഴിഞ്ഞ സർക്കാർ നിശ്ചയിച്ച പ്ലീഡർ അതേപടി പ്രവർത്തിച്ച് ആ സർക്കാരിന് വേണ്ടി അന്നത്തെ LDFന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്താണ്ടായത്? സർക്കാരിന് വീഴ്ച പറ്റി. ഇവിടെയും അത് ആവർത്തിക്കും എന്നാണ് താങ്കൾ തന്നെ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരി, ശ്രീ